പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷത്തില് ഒരമ്മ കൂപ്പുകരങ്ങളോടുകൂടെ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്നൊരു കാഴ്ചയുണ്ട്. അതിലുള്ള വലിയൊരു സുവിശേഷം എന്താണെന്ന് വെച്ചാൽ ഈശോ അതിനെ തിരസ്കരിക്കുന്നില്ല എന്നുള്ളതാണ്. നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കാര്യം ശരിയാണ്, കുറച്ച് വലിപ്പം കൂടിയൊരു അനുഗ്രഹമാണ് ചോദിക്കണേ. എന്നിട്ടും കർത്താവ് അമ്മയോട് പറ്റില്ല എന്ന് പറയണില്ല, നേരെ മറിച്ച് മക്കളോടാണ് പിന്നടുത്ത് ചോദ്യം പോകുന്നത്. ഇന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാളാണ്. കർത്താവിൻ്റെ പാനപാത്രത്തിൽ ആദ്യം പങ്കുചേരാൻ മഹാഭാഗ്യം ലഭിച്ച ഒരു വിശുദ്ധൻ, ആദ്യമായി ശിഷ്യന്മാരുടെ സ്ലീഹന്മാരുടെ ഇടയിൽ നിന്ന് രക്തസാക്ഷിയായ, ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായ വിശുദ്ധൻ. എനിക്ക് തോന്നുന്നു ഈ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടതായിരിക്കും തോന്നുന്നു. നിൻ്റെ രാജ്യത്തിൽ എൻ്റെ മക്കളിൽ ഒരാൾ ഇടതുവശത്തും വേറൊരാൾ വലത്തുവശത്തും ഇരിക്കണമെന്നുള്ളതായിരുന്നു അമ്മയുടെ പ്രാർത്ഥന. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ അപ്പനമ്മമാരുടെ പ്രാർത്ഥനകൾ എത്രമാത്രം ശക്തമാണെന്ന് കാണണം. ഈശോയുടെ പാനപാത്രത്തിൽ പങ്കുചേർന്ന് കർത്താവിൻ്റെ കൂടെ ആദ്യം ഇരിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച ഒരു മഹാവിശുദ്ധൻ്റെ ജനനം ഈ പ്രാർത്ഥനയിൽ നിന്നാണെന്നാണ് കരുതേണ്ടത്. നമ്മളെ വിശുദ്ധ സ്നാപകയോഹൻ്റെ ജനനം പലതവണ ധ്യാനിച്ചതാണ്. പക്ഷെ അത് ഓരോ തവണ ഇങ്ങനെ ധ്യാനിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ കിട്ടുന്നൊരു ശക്തിയുണ്ടല്ലോ. കാരണം ജനിച്ച ഉടനെ സ്വന്തം കുഞ്ഞിനെ എടുത്ത് അപ്പനിങ്ങനെ ആകാശങ്ങളിലേക്ക് ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടണം. അവൻ അതുപോലെ തന്നെ ആയിത്തീരുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ, പരസ്പരം പ്രാർത്ഥിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ട് ഇന്നത്തെ സുവിശേഷം വരുമ്പോൾ നമ്മുടെ മക്കളെ, പ്രിയപ്പെട്ടവരെ ഒക്കെ ഇങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മഹത്വമുള്ള നിലയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല മാർഗം കർത്താവിൻ്റെ തിരുമുൻപിൽ ഇങ്ങനെ അവർക്ക് വേണ്ടി കൂപ്പുകരങ്ങളോടുകൂടെ ആയിരിക്കുക എന്നുള്ളതാണെന്ന് ഒന്ന് മനസ്സിലാക്കിയത് നല്ലതായിരിക്കും. പരമമായ ശക്തി ദൈവത്തിൽ നിന്നാണ്. ഞങ്ങൾ മനുഷ്യരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, ആർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും ആയിക്കോട്ടെ, ആ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഇന്ന് പറഞ്ഞു തരുന്ന സുവിശേഷം. പഴയ നിയമത്തിൽ മനോഹരമായൊരു കാഴ്ചയുണ്ടങ്ങനെ. ജോഷുവയും കൂട്ടുകാരും യുദ്ധം ചെയ്യാനായി പോകുന്ന നേരത്ത് മോശ മലമുകളിൽ കയറി നിന്ന് യുദ്ധം വീക്ഷിച്ചുകൊണ്ട് ഇവരുടെ യുദ്ധത്തിന് വേണ്ടിയിട്ട്, യുദ്ധത്തിലെ വിജയത്തിന് വേണ്ടിയിട്ട് കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കും. ആ സമയത്ത് മോശയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്, തൻ്റെ കരങ്ങൾ ഉയർത്തിയുള്ള പ്രാർത്ഥനയുടെ നേരത്ത് ജോഷുവയും കൂട്ടുകാരും ഇസ്രായേൽക്കാർ അവിടെ യുദ്ധത്തിൽ വിജയിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്ത യുദ്ധമാണ്. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ മോശയ്ക്ക് കൈകഴക്കുന്നു, താഴേക്കിടുന്നു. ആ സമയം ജോഷുവയും കൂട്ടുകാരും തോറ്റു തുടങ്ങുന്നു. ഇതിങ്ങനെ 1-2 തവണ ആവർത്തിക്കുമ്പോൾ ഇസ്രായേൽക്കാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ 2 യുവാക്കൾ വന്ന് മോശയുടെ കരമിങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിർത്തുന്നുണ്ട്. യുദ്ധം കഴിയണത് വരെ ഉയർത്തിപ്പിടിച്ച കരങ്ങളുടെ ആ പ്രാർത്ഥനയുടെ ബലത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവരെ വിജയിക്കുന്നത് കാണുന്നുണ്ട് മോശ. തരുന്ന സന്ദേശവും ഓർമ്മപ്പെടുത്തലും സുവിശേഷവും ഇതാണ്: പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂപ്പുകരങ്ങളോടുകൂടി ഒരു പ്രാർത്ഥനയുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഈ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ ഉള്ളു നിറഞ്ഞ കരം കൂപ്പിയുള്ള പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നടത്താം. തീർച്ചയായിട്ടും യുദ്ധത്തിൽ ഇസ്രായേൽക്കാരെ വിജയിച്ചതുപോലെ അമ്മയുടെ പ്രാർത്ഥന കേട്ട് ഈശോയുടെ പാനപാത്രത്തിൽ ആദ്യം പങ്കുചേരാൻ യാക്കോബ് ശ്ലീഹ എന്ന മകന് അനുഗ്രഹം ലഭിച്ചതുപോലെ, ആ വിശുദ്ധമായ പ്രാർത്ഥന കേട്ട്, അപ്പൻ്റെ പ്രാർത്ഥന കേട്ട് തൻ്റെ പ്രവാചകനായി സ്നാപകയോഹന്നാനെ സ്വർഗം നിയോഗിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും കർത്താവിൻ്റെ തിരുനടയിലേക്ക് സമർപ്പിച്ച് മുട്ടിന്മേൽ നിന്ന് അവിടുത്തെ ആശീർവാദത്തിനായി അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹത്തിനായിട്ടാണ്.
പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഇങ്ങനെ അധരങ്ങളിലും ഹൃദയത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് കിടക്കകളിലേക്ക് പോകാം. തീർച്ചയായും അവർ മഹത്വത്തിലും വിജയത്തിലേക്കും എത്തിച്ചേരുന്നതിൻ്റെ സ്വപ്നങ്ങൾ കണ്ട് നമുക്കുറങ്ങാനായേക്കും. കർത്താവ് അനുഗ്രഹിക്കും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.